വീട്ടിൽ ഒരേ പ്രായത്തിലുള്ള മക്കളുണ്ടാകും, അല്ലെങ്കിൽ 1-2 വയസ്സിൽ ചെറിയ ഡിഫറൻസ് ഉള്ള മക്കളുണ്ടാകും. ഇവർക്കിടയിൽ പലപ്പോഴും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമാണ്. 5 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സിൻ്റെ ഇടയിലായ മക്കൾ, അവർക്കിടയിൽ സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് അത്തരം പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നത്? തമ്മിലുള്ള അടികൾ അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 7 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ഒപ്പം കളിക്കുന്നത് 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രയാസം, അതായത് 7 വയസ്സായ കുട്ടി ചിന്തിക്കുന്നത് പോലെ 5 വയസ്സായ കുട്ടി ചിന്തിക്കുന്നില്ല. അപ്പോൾ 7 വയസ്സായ കുട്ടി മനസ്സിലാക്കുന്നത്, ഞാൻ പറയുന്നതൊന്നും ഓനും മനസ്സിലാകുന്നില്ല, എൻ്റെ രീതിയിലേക്ക്, ഞാൻ ചിന്തിക്കുന്ന ഇടത്തേക്ക് അനിയൻ അല്ലെങ്കിൽ അനിയത്തി വരണം എന്നതാണ്. പക്ഷെ അത് അവിടെ സംഭവിക്കുകയുമില്ല. ഇവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ പല രക്ഷിതാക്കളും ചെയ്യാറുള്ള ഒരു തെറ്റായ കാര്യമാണ്, ചിലപ്പോൾ ഈ മുതിർന്ന കുട്ടിയെ അവരുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കും, കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ, എന്നാൽ കുറച്ചൊരു സ്വൈര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു അവരെന്ത് ചെയ്യും? മാറ്റി നിർത്തും. രണ്ടാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കും. എന്നാൽ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ ഒരു മാറ്റി നിർത്തൽ മനഃശാസ്ത്രപരമായി ചില പ്രയാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. അഥവാ എത്ര കാലം നമ്മൾ ആ കുട്ടിയെ മാറ്റി നിർത്തും? സ്വന്തം ഗർഭപാത്രത്തിൽ നിന്ന് വളർന്നു വന്ന കുഞ്ഞുമക്കളാണ്. ഇവർക്കിടയിലുള്ള ബോണ്ടിങ് കൂടണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് നൽകേണ്ട കാര്യങ്ങൾ സ്വന്തം അനിയത്തിയെക്കുറിച്ച് ജ്യേഷ്ഠത്തിക്ക് പറഞ്ഞു കൊടുക്കാം. അനിയത്തിക്ക് മനസ്സിലാക്കാവുന്ന പ്രായത്തിൽ ജ്യേഷ്ഠത്തിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാം. ഈ ഒരു അറിവില്ലായ്മയാണ് പരസ്പരം പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഉടനടി അവരെ അടിക്കുവാനോ അല്ലെങ്കിൽ ശകാരിക്കാനോ നമ്മൾ മുതിർന്നാൽ തീർച്ചയായും അവർക്കിടയിൽ വലിയ അകൽച്ച ഉണ്ടാവാൻ സാധ്യതയാണ്. അവിടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി രണ്ടുപേരെയും ഒന്നിച്ച് ഉപദേശിക്കുന്നതിന് പകരം രണ്ടാളെയും ഒറ്റയ്ക്ക് ഒരു സമയം കിട്ടുന്നതനുസരിച്ച് ഉപദേശിച്ച് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക. അഥവാ അടി കൂടുമ്പോൾ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് മുതിർന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. അവൾ നമ്മൾ അനിയത്തിയല്ലേ, നീ നല്ലവർക്ക് ശ്രദ്ധിക്കണം. ഒരു പൂർണ്ണമായൊരു അനിയത്തിനെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് മുതിർന്ന കുട്ടിയെ പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ മുതിർന്ന കുട്ടിയെ ബഹുമാനിക്കാനും, അവൾ നിന്റെ താത്തയാണ്, അവളെ നീ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് നീ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ നീ അവരെ പരിഗണിച്ചാൽ അവനെന്ത് ചെയ്യും? നിന്നെ പൂർണ്ണമായും നിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ നിന്നെ വളർത്തിയെടുക്കും എന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കുക. ഈ കുട്ടികൾക്കിടയിലുള്ള ഈ ഒരു അറിവില്ലായ്മയാണ് പലപ്പോഴും വീട്ടിൽ വെച്ച് കച്ചറ ഉണ്ടാകുന്നത്. ഉടനടി നമ്മളതിന് പരിഹാരം കാണുന്നതിന് പകരം കുട്ടികളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് നമ്മൾ ഉപദേശിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.